ഹായ് കൂട്ടുകാരെ, നമ്മുടെ ജാം ഉണ്ടാക്കിയത് നിങ്ങളെല്ലാവരും കണ്ടുവരുന്നല്ലോ അല്ലേ? ആ ജാം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കൊല പഴുത്തിട്ടുണ്ട്. ഞാനിന്ന് ഇതുകൊണ്ട് ഒരു വൈൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. നല്ല സൂപ്പർ വൈനാണ്, നല്ല കളർഫുള്ളായിട്ടുള്ള വൈനാണ് കേട്ടോ. നമ്മൾ കളറൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നല്ല കളർഫുള്ളായിട്ടുള്ള വൈൻ വരും. അതിന് ഞാനിവിടെ ഒരു 2 കിലോയോളം പാളയംകുടം പഴം നുറുക്കിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് അത് നേരത്തെ വെള്ളം ഒഴിച്ച് എല്ലാം പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടെ പൊടിച്ചതും ചേർത്ത് കുക്കറിൽ വെച്ച് 2 പ്രാവശ്യം ചീറ്റിയെടുത്തു. കുക്കറിലെ ആവിയൊക്കെ പോയി ഞാനിത് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിതിങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കാം. ഞെക്കി പിഴിഞ്ഞെടുത്തില്ലേലും കുഴപ്പമില്ല. ഞെക്കി പിടിച്ചെടുക്കുവാണെങ്കിൽ അതിനകത്തുള്ള നമുക്ക് എല്ലാം മുഴുവൻ സാധനവും നമുക്കിങ്ങനെ അരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞെക്കി പിഴിഞ്ഞെടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് നല്ലതുപോലെ ഞെക്കി പിഴിഞ്ഞെടുത്തു. ഇനി നല്ലപോലെ ഉണങ്ങിയ ഒരു കുപ്പിയായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ചില്ലു കുപ്പിയാണ് നല്ലത്. വെയിലത്ത് വെച്ച് നല്ലവണ്ണം ഉണക്കിയെടുത്ത ചില്ലു കുപ്പിക്കകത്തേക്ക് ഞാനത് ഒഴിച്ചു. അതിനുശേഷം ഒരു പിടി ഗോതമ്പും 1.5 കിലോയോളം പഞ്ചസാരയും ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഒരുവിധം നല്ല മധുരമുള്ള പഴമായിരുന്നു കേട്ടോ. അതിനുശേഷം നല്ലതുപോലെ ഞാനിത് ഇളക്കി എടുക്കുന്നുണ്ട്. അതായത് ആ പഞ്ചസാരയൊക്കെ ഒന്ന് ഇളകി ചേരണം. സാധാരണ നമ്മൾ വൈൻ ഇട്ട് കഴിയുമ്പോൾ ഒന്നരാടം തന്നെ എല്ലാ വൈനും ഇളക്കി കൊടുക്കാറുണ്ട്. പക്ഷേ ഈ വൈന് നമുക്ക് ഒന്നരാടം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമ്മൾ 15 ദിവസത്തിന് ശേഷമാണ് ഇത് തുറന്നെടുക്കത്തുള്ളൂ. ഇനി നമുക്കിത് അടച്ച് അധികം വെട്ടം കയറാത്ത മുറിയിലേക്ക് മാറ്റാം. അതിന് മുമ്പ് നമുക്കിതൊന്ന് ലേബൽ ചെയ്ത് വെക്കാം. എന്നാണ് ഉണ്ടാക്കിയേക്കുന്നത് എന്നുള്ളത് ലേബൽ ചെയ്ത് വെക്കാം. ഇന്ന് 15 ദിവസം കഴിഞ്ഞു. നമ്മുടെ കുപ്പിയിൽ ഈ കാണുന്ന അഴുക്കായതല്ലോ കേട്ടോ, അതൊന്ന് പതഞ്ഞ് പൊങ്ങി വരുന്നതാണ്. ഇനി നമുക്കിത് ഒന്ന് അരിച്ചെടുക്കാം. അരിച്ചെടുക്കാനായിട്ടുള്ള നമ്മുടെ പാത്രവും അരിപ്പയെല്ലാം നല്ലതുപോലെ ഉണങ്ങിയതായിരിക്കണം. അത് കണ്ട് ഇങ്ങനെ പതഞ്ഞ് വരും ഈ വൈന്. അതാണ് നമ്മുടെ കുപ്പിയുടെ സൈഡിൽ കണ്ടത്. ഇനി ഇത് ഞാൻ വേറെ ഒരു കുപ്പികളിലേക്ക് മാറ്റുകയാണ്. ഇത് നമ്മൾ അരിച്ചിട്ട് ആ കുപ്പിയിൽ തന്നെ വെച്ച് ഒരു 5 ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ ആ കുപ്പിയിലേക്ക് എനിക്ക് വീണ്ടും വേറൊരു വൈൻ ഇടാനുള്ളതിനാൽ ഞാൻ ആ കുപ്പിയിലേക്ക് ഒഴിക്കാതെ വേറെ ചെറിയ കുപ്പികളിലേക്ക് ഒഴിച്ചു. ഈ കുപ്പി ഞാൻ 5 ദിവസം റെസ്റ്റ് ചെയ്തിട്ട് എടുത്താണ്. കാരണം നല്ല റെഡ് കളറാണ്. പക്ഷെ നമ്മളിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ ഒരു തരം ഗോൾഡൻ കളറിലായിട്ടാണ് കിട്ടുന്നത് കേട്ടോ. കാരണം നമ്മൾ വലിയ അളവിൽ എടുക്കുന്നില്ലല്ലോ. നല്ല കറക്റ്റ് വൈൻ്റെ കളറും ഇതൊക്കെ കേട്ടോ. മുന്തിരി വൈൻ മാറി നിൽക്കും. എല്ലാവർക്കും മുന്തിരിയൊക്കെ മേടിച്ച് വൈനിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കുറഞ്ഞ ചിലവിൽ നമുക്ക് ഈ പഴം കൊണ്ടുള്ള വൈന് സൂപ്പറായിട്ട് ഇടാൻ പറ്റും. നമ്മൾ ആ വൈൻ ഇട്ട കുപ്പിയിൽ തന്നെ 5 ദിവസത്തേക്ക് ഈ വൈൻ എടുത്ത് വെച്ചതിന് ശേഷം ഒന്ന് റെസ്റ്റ് ചെയ്തെടുത്തിരുന്നെങ്കിൽ ഈ മട്ടില്ലാതെ നമുക്ക് കിട്ടുമായിരുന്നു. എങ്കിൽ വളരെ നന്നായിരുന്നു. നിങ്ങൾ ഇടുമ്പോഴത്തേന് അങ്ങനെ 5 ദിവസം ആ കുപ്പിയിൽ വെച്ചതിന് ശേഷം ചെറിയ കുപ്പിയിലേക്ക് മാറ്റുന്നതാണ് വളരെ നല്ലത്.